നമ്മൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ഹാഷ്മി. ഇന്ന് ചട്ടമ്പി സ്വാമികളുടെ 101ാം സമാധി ദിനമാണ്. അതെ. ജാതിയിലെ ശ്രേഷ്ഠതയല്ല, മനുഷ്യന്റെ ശ്രേഷ്ഠതയാണ് മനുഷ്യകുലത്തെ ശ്രേഷ്ഠമാക്കുന്നത്, മനുഷ്യ ജീവിതത്തെ സുന്ദരമാക്കുന്നത് എന്നൊക്കെ പഠിപ്പിച്ച സ്വാമികളുടെ സമാധി ദിനമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ട കാര്യമില്ലെങ്കിൽ കൂടിയും ഒരു അനുസ്മരണം, ഒരു ഓർമ്മ. നവോത്ഥാന കേരള സമൂഹത്തിൽ പുരോഗമന ചിന്തയുടെ തുടക്കക്കാരിൽ ഒരാളായിരുന്നു ചട്ടമ്പി സ്വാമികൾ. ജാതിയോ വംശമോ അല്ല, ജിജ്ഞാസയാണ് അറിവിന്റെ ആധികാരികത നിശ്ചയിക്കുന്നത് എന്ന് പ്രസ്താവിച്ചു ചട്ടമ്പി സ്വാമികൾ. സാമൂഹിക പരിഷ്കരണത്തിനായി വാദിച്ച ചട്ടമ്പി സ്വാമികൾ മനുഷ്യസ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും പുരോഗമന ലോകം സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത്. സ്ത്രീ പുരുഷ സമത്വം, സാർവത്രിക വിദ്യാഭ്യാസം തുടങ്ങി കേരള സമൂഹം അന്നേവരെ ചർച്ച ചെയ്യാത്ത വിഷയങ്ങൾ സ്വാമികൾ ധീരമായി പൊതുവേദികളിൽ അവതരിപ്പിച്ചു. അറിവിനായുള്ള ദാഹമാണ് സ്വാമികളെ യാത്രകളിലേക്കും മഹാപണ്ഡിതന്മാരുമായുള്ള സഹവാസത്തിലേക്കുമൊക്കെ നയിച്ചത്. യോഗചര്യകളല്ല, ജീവിതവിശുദ്ധിയാണ് സന്യാസത്തിന്റെ അടിസ്ഥാനമെന്ന് സ്വാമികൾ വിശ്വസിച്ചു. യുക്തിയുടെ വെളിച്ചത്തിൽ മതപുരാണങ്ങളെയും ആചാരങ്ങളെയും സമീപിച്ച ചട്ടമ്പിസ്വാമികളുടെ കൃതികൾ സമൂഹത്തിലെ പൊതുധാരണകളെ തിരുത്തി. 1924 മെയ് 5 ചട്ടമ്പിസ്വാമികൾ സമാധിയായത്. സ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും ലോകത്തേക്ക് മനുഷ്യരാശിയെ ഇഴചേർക്കാൻ ശ്രമിച്ച നവോത്ഥാന നായകന്റെ പ്രസക്തി പുതിയ കാലത്തും തുടരുകയാണ്. റിസർച്ച് ഡെസ്ക് 24.